സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെല്ലാം സൂചിപ്പിക്കാൻ പറ്റും. കാരണം അവരുടെ മുന്നിലൊക്കെ പോയാൽ നമുക്ക് ഗുരുത്തുകേട് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയല്ലാതെ വേറെ നിവൃത്തിയില്ല. തങ്ങൾ ഒറ്റ കാര്യം പറയാം, നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിന്റെ മാർപ്പാപ്പ ചമയാൻ വരരുത്. നിങ്ങളെ മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ അതിൽ നിൽക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിക്കാണ് പിന്നെ നിങ്ങൾ സമസ്ത കേരള ഇതിന്റെ മുഷാവറ അതിന്റെ പ്രസിഡന്റ് ആവാൻ അവിടെയും കൂടി ശ്രമം നടത്തരുത്. കേരളത്തിലെ എല്ലാ കാതിയും എല്ലാ മഹല്ലുകളും ഇതിന്റെ കീഴിലാവണം, അങ്ങനെ അല്ല. അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കരുത്. എവിടെങ്കിലും ഒരു നിങ്ങൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയണം, അല്ല ആത്മീയവാദിയാണെങ്കിൽ അതാണ് എന്ന് പറയണം. തങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടാവില്ല. അങ്ങനെ ആരും കരുതണ്ട. എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടാവും, അതുണ്ടാവില്ല. നിങ്ങൾക്ക് ഏതിലാണോ കഴിവുള്ളത് അവിടെ നിങ്ങൾ നിൽക്കൂ. ഞങ്ങൾ വീണ്ടും വീണ്ടും പറയാം, ഇത് വല്ല പ്രച്ഛന്ന വേഷ മത്സരത്തിലും പങ്കെടുക്കുന്ന കുട്ടികളമായിരിക്കും. ഒരു മനുഷ്യനെ രാവിലെ കാണുമ്പോൾ കാണാൻ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് പത്രക്കാരൻ മുന്നിൽ, വൈകുന്നേരം കാണാൻ വേറെ മാവേലി അയക്കാണ്ട് വേറൊക്കെ എന്തൊക്കെ കോലം കെട്ടിയിട്ട് ഓണപ്പാട്ട്. പിന്നെ കാണാൻ പിറ്റേന്ന് വരുമ്പോ കാണാൻ മറ്റേ സൗദി അറേബ്യയിലൊക്കെ മക്കയിലൊക്കെ ഉള്ള ഇമാമികൾ ഇടുന്ന മറ്റേ ആ തോബുണ്ടല്ലോ, ആ മറ്റേ അത് ഇട്ടുകാണ്ട് കാണാം. പിന്നെ ഞാൻ ഖാദി ഫൗണ്ടേഷന്റെ ആളാണ്, അത് വേറെ ദിവസം. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ റഷ്യയിലുള്ളത്, ആ റഷ്യക്കാരൻ മറ്റേ തൊപ്പി ഉണ്ടല്ലോ വലിയൊരു ആ തൊപ്പി, അത് ഇട്ടുകാണ്ടാണ് വ്ലോഗ് ചെയ്തിട്ട് അത് വേറെ. അടുത്ത ആഴ്ച കാണാം പിന്നെ ആളെ കാണാൻ പാന്റും മറ്റേ ഞാൻ ഇതിനൊന്നും വിമർശിക്കില്ല, എവിടെയെങ്കിലും ഇവിടുന്ന് നിൽക്കണം എന്നേ പറഞ്ഞോളൂ. തൊപ്പിയൊന്നും ഉണ്ടാവില്ല പിന്നെ ആൾക്ക് ആ സമയത്ത്. എവിടെ വേറെ ചില സ്ഥലത്ത് എത്തിയാല അവിടെ പാന്റും ഇൻസൈഡൊക്കെ ചെയ്തിട്ട് അവിടെ കാണാൻ നല്ല ചൊങ്കനായിട്ട് അസുഖോണ്ടൊന്നും പറയല്ല. ഇങ്ങനെ ഒരു പ്രച്ഛന്ന വേഷം പഠിച്ച് ഇങ്ങനെ എല്ലായിടത്തും ഒരിക്കൽ കാണാൻ മറ്റേ എന്തെല്ലാം ആഗ്രഹം പറയാം തങ്ങൾക്ക്. സന്തോഷ് ജോർജ് കുളങ്ങനാകാൻ വരെ ശ്രമിക്കും ഒരു മനുഷ്യർ. പിന്നെ എന്താ പരിപാടി? ആ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾ ആ വ്ലോഗുണ്ട്, നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് ആ വ്ലോഗ് ചെയ്യാണ്. ഈ വെള്ളച്ചാട്ടത്തിന്റെ അതിരിത്രയാണ്, അതിന്റെ ഇതിന് ഇത്ര ഗ്യാലം വെള്ളമാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ലീഗിന്റെ പ്രസിഡന്റ് നമ്മൾ ആൾക്കാർക്ക് അതിലൊക്കെ ഈ സന്തോഷ് ജോർജ് കുളങ്ങനെ പോലുള്ള ആൾക്കാരില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ എല്ലാം ആവുക. അപ്പോ ഇങ്ങനെ ഒരു മനുഷ്യന് കഴിവുണ്ടാവില്ല. അപ്പൊ എവിടെയെങ്കിലും ഓരോടത്ത് നിങ്ങൾ ഉറച്ചിരുന്നിട്ടില്ലെങ്കിൽ ഈ സമുദായം വലിയ വില നൽകേണ്ടി വരും. അതാ പ്രശ്നം. നിങ്ങൾ ഉപദേശിക്കാൻ പാടില്ല. അതാ എന്റെ ഈ പ്രസംഗപ്പോ നാളെ നിങ്ങൾ ഇതിലിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ മുഴുവൻ കമന്റ് എന്താ വരും അറിയാം. അതിൽ വരുന്ന ആരാ പണക്കാരത്തങ്ങന്മാരെ ഉപദേശിക്കാൻ? ആരാ ഇതാണ് കമന്റ് വരും? ഉപദേശിക്കാനേ പാടില്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ പ്രാവർത്തികമാക്കണം, അത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഈ സമുദായത്തോടെ മുൻപ് വിഷയത്തിൽ ജോൺസൺ അവരൊക്കെ അത് വിശദീകരിച്ചു. നിങ്ങൾ ഈ സമൂഹത്തോട് നിങ്ങൾ സമവായത്തെക്കുറിച്ച് സംസാരിക്കുന്നു, വിട്ടുവീഴ്ചയെക്കുറിച്ച് പറയുന്നു, സമന്വയത്തെക്കുറിച്ച് പറയുന്നു. ഈ വിട്ടുവീഴ്ചയുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പ്രശ്നങ്ങൾ തീരും. സാധിക്കാതെ തങ്ങൾക്ക് നെഞ്ചത്തെ കൈവച്ച് പറയാൻ പറ്റും. ആ സമസ്തയുടെ ഇപ്പോഴുള്ള പ്രശ്നത്തിന്റെ മുഴുവൻ കാരണം പാണക്കാട് സാധിക്കളിച്ച് അവർക്ക് സമസ്തയിലെ മുഷാവറാക്കാത്ത കാരണം ആ സാധുക്കളെ കൊണ്ട് കാരണം അതിന് തങ്ങൾക്ക് മതപരമായ ഒരു ബിരുദമില്ല, അത് അതിന്റെ നിയമമാണ്. അതോടെ ആ ബിരുദമുള്ള ആളുകൾക്ക് മുഷാവറങ്ങാൻ പറ്റുള്ളൂ. അത് നിരസിച്ചത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആ തങ്ങളൊരു വിട്ടുവീഴ്ചയാണെങ്കിൽ സമസ്ത പിളരില്ല. നിങ്ങൾ ചിന്തിക്കണം.